കൃത്യമായ ഇടവേളകളിൽ ആധാർ കാർഡുകൾ പുതുക്കിയാലാണ് ആധാറുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. സർക്കാരിന്റെ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ എല്ലാവരും തന്നെ കൃത്യമായി ആധാർ കാർഡ് പുതുക്കേണ്ടതുമാണ്. മൈ ആധാർ പോർട്ടൽ വഴി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജൂൺ 14 വരെയാണ് സൗജന്യമായി ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ തീയതിക്ക് ശേഷം ഏതെങ്കിലും അപ്ഡേറ്റുകൾക്ക് ആധാർ എൻറോൾമെന്റ് സെന്ററുകളിൽ പോകേണ്ടി വരുന്നതാണ്. കൂടാതെ 50 രൂപ ഫീസ് ഈടാക്കുന്നതുമാണ്. എന്നാൽ ജൂൺ 14 വരെ ഈ കാര്യങ്ങൾ സൗജന്യമായി തന്നെ ചെയ്യാൻ സാധിക്കും. ആധാർ ഉടമകൾ അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിന് എൻറോൾമെന്റ് തീയതി മുതൽ ഓരോ 10 വർഷത്തിലും അവരുടെ തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പെൻഷൻ അടക്കമുള്ള വിവിധ സേവനങ്ങൾ ആധാർ മുഖേനയാണ് ലഭിക്കുന്നത്. അതിനാൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ആധാർ കാർഡുകൾ ശരിയായ രീതിയിൽ തന്നെ പുതുക്കേണ്ടതാണ്. മൈ ആധാർ പോർട്ടൽ വഴി ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സൗജന്യ സമയപരിധിയാണ് ജൂൺ 14. 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് ചെയ്യേണ്ടതുണ്ട്. ഇത്തരം ബയോമെട്രിക്കുകൾ ആധാർ എൻറോൾമെന്റ് സെന്ററിൽ നേരിട്ട് എത്തിയാണ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യേണ്ടതുമാണ്. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയൽ രേഖയ്ക്ക് പാൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും സ്കൂൾ സർട്ടിഫിക്കറ്റും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വിലാസം തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 3 മാസത്തെ വൈദ്യുതി ബില്ലോ വെള്ളം ബില്ലോ ഗ്യാസ് ബില്ലോ ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത അറിയിപ്പാണ്, ഇനി മുതൽ പിൻകോഡുകൾ ഉണ്ടാകുകയില്ല. പിൻകോഡിന് പകരമായി ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പ്. ഇതിലൂടെ കൃത്യമായ സ്ഥലം വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. കത്തയക്കുന്നതിനും പോസ്റ്റൽ അയക്കുന്നതിനും ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള വെബ്സൈറ്റുകളിൽ ഇത് ഉപയോഗിക്കുന്നതിലൂടെ കൃത്യമായ സ്ഥലവും വിലാസവും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ എളുപ്പത്തിലും വേഗത്തിലും കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നതുമാണ്. നേരത്തെ ഉപയോഗിച്ചിരുന്നത് പിൻകോഡുകളാണ്. എന്നാൽ ഡിജിപിൻ എന്നത് 10 അക്കമുള്ള പിന്നാണ്. ഇതിലൂടെ കൃത്യമായ മേൽവിലാസം കണ്ടെത്താൻ സാധിക്കും. ഡിജിപിൻ കണ്ടെത്തുന്നതിനായി സർക്കാർ പ്രത്യേക വെബ്സൈറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിലൂടെ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ഡിജിപിൻ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഡിജിപിൻ QR കോഡുകൾ സ്കാൻ ചെയ്താൽ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ കണ്ടെത്താനും നാവിഗേറ്റ് ചെയ്യാനും സാധിക്കുന്നതുമാണ്. 4 മീറ്റർ പരിധിയിൽ കൃത്യമായ സ്ഥലമാണ് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ പുതിയ സംവിധാനം വളരെ ഉപയോഗപ്രദമാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ ഉപയോഗിച്ചിരുന്ന പിൻകോഡുകൾ വലിയൊരു പ്രദേശത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ ഡിജിപിന് കൃത്യമായ സ്ഥലം കണ്ടെത്താൻ സഹായിക്കുന്നതുമായിരിക്കും.